ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ് പഠിച്ചത്. ഇന്ന് ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയ പ്രോട്ടോണിനെ പറ്റിയാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. In 1886, Eugen Goldstein, the German scientist, conducted discharge tube experiment with a perforated cathode and he discovered rays known as canal rays. 1886 ഒയ്ഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ജർമ്മൻ സയന്റിസ്റ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അവിടെ പെർഫറേറ്റഡ് കാഥോഡ് ആണ് യൂസ് ചെയ്തത്, അതായത് സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ചാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. ആൻഡ് ഹി ഡിസ്കവേർഡ് റേസ് നോൺ ആസ് കനാൽ റേസ്. ഈ എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് അദ്ദേഹം കനാൽ റേസ് എന്ന് പറയുന്ന രശ്മിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ അവിടെ പെർഫറേറ്റഡ് അല്ലെങ്കിൽ സുഷിരങ്ങളുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡിലായിരുന്നു. എന്നാൽ പ്രോട്ടോൺ കണ്ടുപിടിക്കാൻ കാരണമായ ഈ എക്സ്പെരിമെന്റില് പെർഫറേറ്റഡ് അല്ലെങ്കിൽ സുഷിരങ്ങളുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡിലാണ് ക്രമീകരിച്ചിരുന്നത്. ഇവിടെ കനാൽ റേസ് എന്ന് പറയുന്ന ഒരു റേസ് ഉണ്ടായതായിട്ടും സയന്റിസ്റ്റ് പറയുന്നുണ്ട്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് പ്രോട്ടോണിനെ കണക്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഗ്യാസസ് നിറച്ചിരിക്കും. ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് അഗ്രഭാഗത്തായിട്ട് രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ട്. ഒരു ഇലക്ട്രോഡിനെ നെഗറ്റീവ് എൻഡുമായിട്ടും മറ്റൊരു ഇലക്ട്രോഡിനെ പോസിറ്റീവ് എൻഡുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. നെഗറ്റീവ് ഭാഗത്തുള്ള ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും പോസിറ്റീവ് ഭാഗത്തുള്ള ഇലക്ട്രോഡിനെ ആനോഡ് എന്നുമാണ് വിളിക്കുന്നത്. ഈ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് പെർഫറേറ്റഡ് എന്ന് പറയുന്നത് സുഷിരങ്ങളുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. ഇവിടെ ആനോഡിന് സുഷിരങ്ങളില്ല. ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആനോഡിൽ നിന്ന് ഒരു റേസ് കാഥോഡിലോട്ട് വരുന്നതായിട്ട് സയന്റിസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ റേസിനെയാണ് അദ്ദേഹം കനാൽ റേസ് എന്ന് വിളിച്ചത്. ആനോഡിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ കനാൽ റേസിന്റെ മറ്റൊരു പേരാണ് ആനോഡ് റേസ് എന്നുള്ളത്. As they originated from the metal placed at the positive side anode, they were known as anode rays. ഈ റേസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് സൈഡായ ആനോഡിൽ നിന്നായതുകൊണ്ട് തന്നെ they were known as anode rays. ഇതിനെ ആനോഡ് റേസ് എന്നും വിളിക്കുന്നു. He studied the characteristic of these rays and identified the presence of positive charge in them. അദ്ദേഹം എന്ത് ചെയ്തു? ഈ റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവം എല്ലാം പഠിച്ചപ്പോൾ ഐഡന്റിഫൈഡ് ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ദം. അതിൽ എന്ത് ഒബ്സർവ് ചെയ്തു? പോസിറ്റീവ് ചാർജ് ഇതിൽ പ്രസന്റ് ആണെന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ദ ബിഹേവിയർ ഓഫ് ദിസ് കനാൽ റേസ് വേരിഡ് വിത്ത് ദ നേച്ചർ ഓഫ് ഗ്യാസസ് ടേക്കൺ ഇൻ ദിസ് ഡിസ്ചാർജ് ട്യൂബ്. എന്നാൽ ഈ കനാൽ റേസിന്റെ ബിഹേവിയർ മാറും. എപ്പോൾ മാറും? ഇതിനുള്ളിൽ, ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഗ്യാസസ് മാറ്റുന്നതിനനുസരിച്ച് ഈ കനാൽ റേസിന്റെ പ്രത്യേകതകളും മാറും. എന്നാൽ ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട കാഥോഡ് റേസിൽ നമ്മൾ എന്ത് പഠിച്ചു? ആ ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഏത് ഗ്യാസ് നിറച്ചാലും ആ കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനൊന്നും ഒരു മാറ്റവും സംഭവിക്കത്തില്ല. എന്നാൽ ഇവിടെ കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറും. The smallest and lightest positive particles in the canal rays were obtained when the discharge tube was filled with hydrogen. മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം കണ്ടെത്തി. ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് ഈ എക്സ്പെരിമെന്റ് നടത്തിയപ്പോഴാണ് ഈ കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റും ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിളും ആണെന്ന് കിട്ടിയത്. ചെറുതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള കനാൽ റേസ് കിട്ടിയത് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് ഈ എക്സ്പെരിമെന്റ് നടത്തിയപ്പോഴാണ്. ഇറ്റ് വാസ് ഏണസ്റ്റ് റുദർഫോർഡ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദിസ് വാസ് എ സബറ്റോമിക് പാർട്ടിക്കിൾ ആൻഡ് നെയിംഡ് ഇറ്റ് പ്രോട്ടോൺ. പിന്നീട് ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു ഇതൊരു സബറ്റോമിക് പാർട്ടിക്കിൾ ആയ പ്രോട്ടോൺ ആണെന്ന് അദ്ദേഹമാണ് കണ്ടെത്തിയത്. മാത്രവുമല്ല, ഹൂ ഡിസ്കവേർഡ് പ്രോട്ടോൺ എന്ന ക്വസ്റ്റ്യൻ ആൻസർ എപ്പോഴും ഏണസ്റ്റ് റുദർഫോർഡ് ആയിരിക്കും. അടുത്തതായിട്ട് മോഡൽസ് ഓഫ് ആറ്റം ആണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ആറ്റത്തിന്റെ മോഡൽ 3 സയന്റിസ്റ്റുകൾ മുന്നോട്ട് വെച്ച ആറ്റത്തിന്റെ മോഡലാണ് ടെക്സ്റ്റ് ബുക്കിൽ താഴെയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. പ്ലം പുഡിംഗ് മോഡൽ മാതൃക എന്ന് പറയുന്നത്, നമുക്കറിയാം ആറ്റത്തിനുള്ളിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയുണ്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ ഇത് ആറ്റത്തിനുള്ളിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നെന്നാണ് ഈ സയന്റിസ്റ്റ് ഒക്കെ ഈ ആറ്റം മാതൃകയിലൂടെ മുമ്പോട്ട് വെക്കുന്നത്.
ഒന്നാമത്തെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റത്തിൽ ജെ തോംസൺ പ്രപ്പോസ്ഡ് ദ പ്ലം പുഡിംഗ് മോഡൽ വെൻ ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ് പാർട്ടിക്കിൾസ് വെയർ ഐഡന്റിഫൈഡ് ആറ്റംസ്. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്ന ആറ്റത്തിന്റെ മാതൃക മുന്നോട്ട് വെച്ചത്. എപ്പോഴ് പ്രസൻസ് ഓഫ് നെഗറ്റീവ് പാർട്ടിക്കിൾസ് വെയർ ഐഡന്റിഫൈഡ് ഇൻ ആറ്റം, ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഐഡന്റിഫൈ ചെയ്ത ശേഷം ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ മുമ്പോട്ട് വെച്ചു. According to this model, negative charged electrons are embedded in a positive charged sphere. ഈ മോഡൽ അനുസരിച്ച് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്ഫിയറിൽ എംബഡഡ് വിന്യസിച്ചിരിക്കുകയാണെന്നാണ് കണ്ടെത്തിയത്. The total number of positive charges and negative charges in the sphere will be equal. ഈ സ്ഫിയറിനുള്ളിലെ പോസിറ്റീവ് ചാർജിന്റെ എണ്ണവും നെഗറ്റീവ് ചാർജിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ so an atom is electrically neutral. ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബട്ട് തോംസൺ മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഓഫ് സെവറൽ എക്സ്പെരിമെന്റ്. പക്ഷേ പല എക്സ്പെരിമെന്റുകൾക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ജെ തോംസണിന്റെ ആറ്റം മോഡലിന് കഴിഞ്ഞില്ല. ഹെൻസ് ദിസ് മോഡൽ വാസ് റിജക്റ്റഡ്. അതുകൊണ്ട് തന്നെ ഈ ജെ തോംസണിന്റെ ഈ പ്ലം പുഡിംഗ് മോഡൽ എന്ത് ചെയ്തു പോയി, റിജക്ട് ചെയ്തു പോയി. അടുത്തത് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി is a phenomenon in which certain elements like uranium and thorium emit radiation on their own. എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഫിനോമിന? ചില എലമെന്റുകളായ യുറേനിയത്തിനും തോറിയത്തിനും സ്വന്തമായിട്ട് ചില റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ കഴിവിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓൺ their own. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി ബെക്കറൽ ഇൻ 1896. ഈ യുറേനിയത്തിനും തോറിയത്തിനും ഇങ്ങനെ സ്വന്തമായിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യാനുണ്ടെന്ന് കഴിവുണ്ടെന്ന് കണ്ടെത്തിയത് ഹെൻറി ബെക്കറൽ എന്ന സയന്റിസ്റ്റ് 1896-ലാണ്. മെയിൻലി 3 types of radiations are emitted as a result of radio activity. റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് പ്രധാനമായിട്ടും 3 ടൈപ്പ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ദേ ആർ ആൽഫ റേസ് വിത്ത് പോസിറ്റീവ് ചാർജ് and mass, beta rays with negative charge and gamma rays with no charge and no mass. എന്താണ്? ഒന്നാമത്തേത് ആൽഫ ചാർജ് ആണ്, അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, മാസും ഉണ്ട്. രണ്ടാമത്തേത് ബീറ്റ റേസ് ആണ്, അതിന് നെഗറ്റീവ് ചാർജ് ആണ്. അടുത്തത് ഗാമ റേസ് ആണ് വിത്ത് നോ ചാർജ് ആൻഡ് നോ മാസ്, അതിന് എന്തുമില്ല, ചാർജും ഇല്ല, മാസും ഇല്ല. അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആറ്റത്തിന്റെ രണ്ടാമത്തെ മോഡലാണ് റുദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ആറ്റത്തിന് ഒരു മാതൃക കണ്ടെത്താൻ വേണ്ടി റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ് അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻ 1911 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഏണസ്റ്റ് റുദർഫോർഡ്, ഹാൻസ് ഗീഗർ ആൻഡ് ഏണസ്റ്റ് മാഡ്സൺ conducted experiment by bombarding alpha rays on a very thin gold foil. ഈ 3 ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ഒരു എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ചു. എന്താണ്? ഗോൾഡ് ഫോയിലിൽ, വളരെ കട്ടി കുറഞ്ഞ ഒരു ഗോൾഡ് ഫോയിലില് ആൽഫ റേസ് എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ ഇടിപ്പിച്ച് അവരൊരു എക്സ്പെരിമെന്റ് നടത്തി. ആൽഫ റേസ് എന്താണ് നമ്മൾ മുമ്പ് പഠിച്ചു, റേഡിയോ ആക്റ്റീവതയുടെ ഫലമായിട്ട് പുറത്തു വരുന്ന ഒരു റേസ് ആണ് ഏത്? ആൽഫ റേസ് എന്ന് പറയുന്നതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഈ ആൽഫ റേസിനെ തിൻ ഗോൾഡ് ഫോയിലിൽ ഇടിപ്പിക്കും. These experiments helped in bringing more clarity about the structure of atom. ഈ എക്സ്പെരിമെന്റ് എന്തിനു വഴിതെളിച്ചു? ആറ്റത്തിന്റെ മാതൃകയ്ക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈ എക്സ്പെരിമെന്റ് വഴിതെളിച്ചു. Rutherford bombarded a very thin gold foil with the alpha rays which originated from radioactive substance and tried to find out the deflections that occurred in their path. എന്താണ്? റുദർഫോർഡ് ഈ തിൻ ഗോൾഡ് ഫോയിലില് ആൽഫ റേസിനെ പതിപ്പിച്ചപ്പോൾ ആ റേഡിയോ ആക്റ്റീവത ഉണ്ടാക്കുന്ന ആൽഫ റേസിന്റെ പാതയ്ക്ക് ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്നു പോയപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നോ എന്നൊക്കെ, ഡിഫ്ലക്ഷൻ സംഭവിച്ചോ എന്നൊക്കെ അദ്ദേഹം പരീക്ഷിച്ചു. The alpha particles which passed through the gold foil were made to strike on the photographic film arranged around it. എന്താണ്? ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ പാർട്ടിക്കിള് ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്നു പോയതിനു ശേഷം ഉണ്ടാകുന്ന രശ്മികളെ, പതിപ്പിച്ചതിന് ശേഷം ഉണ്ടാകുന്ന രശ്മികളെ അതിനു ചുറ്റുമുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമില് അദ്ദേഹം പതിപ്പിച്ചിട്ട് ഒബ്സർവ് ചെയ്തു. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട 3 പോയിന്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും
വ്യതിചലിക്കാതെ ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്നുപോയി. രണ്ടാമത്തെ, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം ദി സ്ട്രെയിറ്റ് ലൈൻ വെൻ ദേ ഹിറ്റ് ദ ഗോൾഡ് ഫോയിൽ. ചില ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിൽ തട്ടി സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ചെറിയ ഒരു ആംഗിൾ വ്യത്യാസത്തിൽ എന്ത് ചെയ്തു? വ്യതിചലിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത്, എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് അപ്രോക്സിമേറ്റ്ലി 1 in 20,000 ബൗൺസ്ഡ് ബാക്ക് ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ 180 ഡിഗ്രി. വളരെ കുറഞ്ഞ ഒരു അളവിൽ ആൽഫ പാർട്ടിക്കിള് ഗോൾഡ് ഫോയിലിൽ തട്ടി അതേപടി ബൗൺസ്ഡ് ബാക്ക്, അതേപടി തിരിച്ചു വന്നു 180 ഡിഗ്രിയിൽ. അതിന്റെ അളവ് പറഞ്ഞേക്കുന്നത് 20,000-ൽ ഒരു ആൽഫ പാർട്ടിക്കിൾസ് മാത്രമാണ് തിരിച്ച് വന്നത്. He arrived at the following assumptions from these observations. അദ്ദേഹം ഈ 3 ഒബ്സർവേഷൻസിൽ നിന്ന് ചില നിഗമനങ്ങളിലോട്ടെത്തി. അതാണ് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചായിരുന്നു, ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസും ആ ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്നുപോയെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്, മജോറിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഫോയിൽ അൺഡിഫ്ലക്റ്റഡ് സിൻസ് മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എംപ്റ്റി. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിളും ഫോയിലിൽ കൂടെ അൺഡിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വ്യതിചലിക്കാതെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എംപ്റ്റി. ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗവും എംപ്റ്റി ആണ്, ശൂന്യമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ. ചില ആൽഫ പാർട്ടിക്കിൾ ഒരു ചെറിയ ഡിഗ്രി വ്യത്യാസത്തിൽ, ആംഗിൾ വ്യത്യാസത്തിൽ വ്യതിചലിച്ചിട്ടുണ്ട്. അതിന്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്, due to the repulsion caused when they pass by the positively charged region inside the atom. ഈ ഗോൾഡ് ഫോയിലിൽ തട്ടിയ ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഈ ഗോൾഡ് ഫോയിലിലെ പോസിറ്റീവ് ചാർജിന്റെ റീജിയണിൽ കൂടെ കടന്നു പോയതാണ്, പോസിറ്റീവ് ചാർജിന്റെ സമീപത്തുകൂടി കടന്നുപോയ ആൽഫ പാർട്ടിക്കിൾ ആണ് എന്ത് ചെയ്തത്? ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തത്. അടുത്ത പറഞ്ഞിരിക്കുന്നത്, the entire positive charge of an atom is concentrated in a very small volume at the center of the atom. ഈ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്ന മുഴുവൻ ഭാഗവും എവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ആറ്റത്തിന്റെ സെന്ററിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ആറ്റത്തിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. The center is extremely small when compared to the size of the atom. ഒരു ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ആറ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. The alpha particles which bounced back were those that were directed to the center. ഈ ആൽഫ പാർട്ടിക്കിള് ഗോൾഡ് ഫോയിലിൽ തട്ടി അതേപടി തിരിച്ചു പോയെന്ന് പഠിച്ചായിരുന്നു. ആ തിരിച്ചു പോയ അതേപടി 180 ഡിഗ്രി തിരിച്ചു പോയതിന് കാരണം അവരെവിടെ തട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്? ആ ആൽഫ പാർട്ടിക്കിളൊക്കെ സെന്റർ പാർട്ടായ പോസിറ്റീവ് ചാർജിൽ തട്ടിയത് കൊണ്ടാണ് തിരിച്ചു പോയത്. He called the center nucleus. അദ്ദേഹം ആ സെന്ററിനെ എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അങ്ങനെ റുദർഫോർഡിന്റെ ആറ്റം മോഡലിനെ നമുക്കൊരു 4 പോയിന്റ് ആയിട്ട് ബ്രീഫ് ചെയ്ത് എഴുതാം. ഒന്നാമത്തെ പോയിന്റ്, ആറ്റം ഹാസ് എ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, അതിന്റെ പേരാണ് ന്യൂക്ലിയസ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർ ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. മൂന്നാമത്തെ പോയിന്റ്, the entire positive charge and most of the mass of the atom are concentrated in the nucleus. മുഴുവൻ പോസിറ്റീവ് ചാർജും ആറ്റത്തിന്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് ഓർ ഓർബിറ്റ്സ്. ആറ്റത്തിലെ ഒരു സബ് പാർട്ടിക്കിൾ ആയ ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തിൽ, വെരി ഫാസ്റ്റ്, വളരെ വേഗത്തില് സർക്കുലർ പാത്തിൽ അല്ലെങ്കിൽ ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 4 പോയിന്റ് ആണ് റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റം മാതൃകയിൽ, ആറ്റം മോഡലിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ. This model is known as planetary model of an atom. ഈ റുദർഫോർഡ് ഗോൾഡ് ഫോയിലിൽ കൂടെ കണ്ടെത്തിയ ആറ്റത്തിന്റെ ആ മാതൃകയെ വിളിക്കുന്ന പേരാണ്
പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ സൗരയുധ മാതൃക എന്നാണ് ഈ ആറ്റം മോഡലിനെ വിളിക്കുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് എ ചാർജ്ഡ് ബോഡി ഇൻ മോഷൻ ഷുഡ് കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി. ഒരു ചാർജ് ഉള്ള ബോഡി കണ്ടിന്യൂസ് ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവ എനർജി എമിറ്റ് ചെയ്യണം, എനർജി പുറന്തള്ളണം. ഹെൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഷുഡ് കണ്ടിന്യൂസ്ലി ലോസ് എനർജി. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലാർ പാത്തിൽ സ്പീഡിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണ് കണ്ടിന്യൂസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്ത് ആൻഡ് കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കണം. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ. പക്ഷെ ഇങ്ങനെ ഒന്ന് റുദർഫോർഡിന്റെ ആറ്റം മോഡലുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചില്ല. Therefore, Rutherford atom model failed to explain the stability of an atom. അതുകൊണ്ട് തന്നെ റുദർഫോർഡിന്റെ ആറ്റം മോഡലിന് എന്താണ് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ മോഡൽ എന്ത് ചെയ്തു പോയി, റിജക്ട് ചെയ്തു പോയി. രണ്ടാമത്തെ സബറ്റോമിക് പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ. The real mass of the nucleus was found to be very much greater than that calculated by Rutherford on the basis of the number of proton. എന്താണ് റുദർഫോർഡ് ന്യൂക്ലിയസിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണിന്റെ ഭാരത്തേക്കാൾ കൂടിയ മാസ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണിന്റെ മാസിനെക്കാട്ടിൽ കൂടിയൊരു മാസ് ന്യൂക്ലിയസ് വേ ചെയ്തപ്പോൾ കിട്ടിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായി പ്രോട്ടോണിനെ കൂടാതെ മറ്റെന്തോ ഒരു കണം കൂടെ ന്യൂക്ലിയസിനുള്ളിൽ ഉള്ളത്. ബട്ട് ഹി ഫെയിൽഡ് ടു പ്രൂവ് ദിസ് ഡിസ്ക്രിപ്പൻസി ത്രൂ എക്സ്പെരിമെന്റ്. പക്ഷെ ഈ വൈരുദ്ധ്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് എക്സ്പെരിമെന്റിൽ കൂടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. Later in 1932, James Chadwick found out that there are some neutral particles in the nucleus and that they have a mass approximately equal to that of the hydrogen atom. അങ്ങനെ ഇരിക്കെ 1932 ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ എന്ത് പറഞ്ഞു, ന്യൂക്ലിയസിനുള്ളൊരു ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ ഉണ്ട്. എവിടെ? ന്യൂക്ലിയസിനുള്ളിൽ. ദേ ഹാവ് മാസ്. അതിനെന്തുണ്ട്? മാസ് ഉണ്ട്. എന്തിനു തുല്യമായ മാസ് ഉണ്ട്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനോട് സമമായിട്ട് മാസ് ഉള്ള ഒരു പാർട്ടിക്കിള് പ്രോട്ടോണിനോടൊപ്പം ന്യൂക്ലിയസിനുള്ളെന്ന് ജെയിംസ് ചാഡ്വിക്ക് തെളിയിച്ചു. ഹി നെയ്മഡ് ദം ന്യൂട്രോൺ സിൻസ് ദേ വെയർ ചാർജ്ലെസ്. അദ്ദേഹം അതിന് ന്യൂട്രോൺ എന്ന് പേരിട്ടു. അതെന്താണ്? ചാർജ്ലെസ്, ചാർജ് ഇല്ലാത്ത കണമായിരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്ത ആറ്റം മോഡൽസ് ആണ്. ആദ്യം ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ പഠിച്ചു. അതിനുശേഷം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ കൂടെ റുദർഫോർഡ് കണ്ടെത്തിയ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പഠിച്ചു. ഇപ്പം പുതിയതായിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നീൽസ് ബോറിന്റെ ആറ്റം മോഡലാണ്. നീൽസ് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന ആറ്റത്തിന്റെ മോഡലാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. To overcome the limitations of Rutherford atom model, the Danish scientist Niels Bohr proposed his atom model in 1913. എന്താണ്? റുദർഫോർഡിന്റെയും ആറ്റം മോഡലിന്റെ പരിമിതികളെല്ലാം ഓവർകം ചെയ്ത് ഡാനിഷ് സയന്റിസ്റ്റ് ആയ നീൽസ് ബോർ 1913 ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ. ആ ആറ്റം മോഡലിനെ ബോർ ആറ്റം മോഡൽ എന്നാണ് വിളിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ആ പിങ്ക് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സ്ഡ് ഓർബിറ്റ്. എന്താണ്? ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും ആറ്റത്തില് ഒരു ഫിക്സ്ഡ് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ദ ഫിക്സ്ഡ് ഓർബിറ്റ്. ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സ്ഡ് പാത്തിൽ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. എന്താണ്? ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോണിന് ഒരു നിശ്ചിത എനർജി ഉണ്ട്. സോ ഓർബിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് എനർജി ലെവൽ. അതുകൊണ്ട് തന്നെ ഓർബിറ്റിനെ നമ്മൾ എനർജി ലെവൽ എന്നും വിളിക്കും. As long as the electron revolve in a particular orbit, their energy does not change. എന്താണ്? ഒരു പർട്ടിക്കുലർ ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദ ഓർബിറ്റ്സ് ആർ നോൺ ആസ് സ്റ്റേഷനറി എനർജി ലെവൽ. അതുകൊണ്ട് തന്നെ ഓർബിറ്റിനെ നമുക്ക് സ്റ്റേഷനറി എനർജി ലെവൽ എന്നും വിളിക്കാം.
The energy of the orbit increases as the distance from the nucleus increases. എന്താണ് ആ ഓർബിറ്റിന്റെ ഓരോ ഓർബിറ്റിന്റെയും എനർജി ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അകലം കൂടുന്നതിനനുസരിച്ച് കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഓർബിറ്റിന്റെ എനർജി കൂടി വരുന്നു. എനർജി ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി. എന്താണ് എനർജി എമിറ്റ് ചെയ്യും, ഇലക്ട്രോണുകൾ എനർജി എമിറ്റ് ചെയ്യും എപ്പോഴ് ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇലക്ട്രോൺസ് എനർജി എമിറ്റ് ചെയ്യും. എന്നാൽ എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി. എന്താണ് ഇലക്ട്രോൺസ് ലോവർ എനർജിയിൽ നിന്നും ഹയർ എനർജിയിലോട്ട് പോകുകയാണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും. ടീച്ചർ ഇതൊരു ചിത്രം വരച്ച് കാണിച്ചു തരാം, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇതുവരെയും പഠിച്ചതൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാല് ഇത്രയൊക്കെയാണ് പോയിന്റ് എന്ന് പറയുന്നത്. ആറ്റം, ഇതൊരു ആറ്റത്തിന്റെ മോഡലായിട്ട് സങ്കല്പിച്ചാൽ ആറ്റത്തിനൊരു സെന്റർ ഉണ്ട്. സെന്ററിന്റെ പേരാണ് ന്യൂക്ലിയസ് എന്നുള്ളത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ രണ്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് പ്രോട്ടോണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, മറ്റത് ന്യൂട്രോണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇനിയും ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഈ ഓർബിറ്റലുകളിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഈ ഇലക്ട്രോൺ കറങ്ങുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ആ ഇലക്ട്രോണുകൾക്ക് എനർജി നഷ്ടപ്പെടുകയോ എനർജി പുതിയതായിട്ട് ഉണ്ടാകുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഓർബിറ്റിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് എനർജി ലെവൽ എന്നുള്ളത്. ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവലിലാണ് ഇലക്ട്രോൺസുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്. ഇത് ഓരോ എനർജി ലെവലുകളാണ്. ഈ ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഒരു ഓർബിറ്റ് ആണ് ഇത്. ഏറ്റവും അടുത്തുള്ള ഓർബിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പേരിട്ടാൽ 1, 2, 3, 4 എന്ന് നെയിം ചെയ്താൽ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഓർബിറ്റ് 1ഉം ഏറ്റവും അകലെയുള്ള ഓർബിറ്റ് 4ഉം ആയിരിക്കും. ഇങ്ങനെ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഓർബിറ്റിന്റെ എനർജി കൂടിക്കൂടി വരും. ഇതിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഈ 1, 2, 3, 4 അപ്പൊ ഏറ്റവും എനർജി കൂടുതലുള്ളത് 4നായിരിക്കും. കാരണം ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഓർബിറ്റ് ഇതാണ്. എവിടെ ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റ് 1 ആയിരിക്കും. കാരണം ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓർബിറ്റ് ഇതാണ്. ഇങ്ങനെ എല്ലാ ഓർബിറ്റലിൽ കൂടെയും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇനിയും 5ാമത്തെ പോയിന്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ ഇപ്പം ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഓർബിറ്റിലായിരിക്കും 3ാമത്തെ ഓർബിറ്റിലായിരിക്കും എനർജി കൂടുതൽ, 2ന് കുറവായിരിക്കും. അങ്ങനെ ഇരിക്കെ ഈ 3ാമത്തെ ഓർബിറ്റിൽ നിന്നും ഒരു ഇലക്ട്രോണിന് 2ാമത്തെ ഓർബിറ്റിലോട്ട് വരണമെങ്കിൽ ഇവയൊക്കെ എനർജി എന്ത് ചെയ്യും? എനർജി എമിറ്റ് ചെയ്യും. എന്നാൽ ഇവിടെ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലോട്ട് ഒരു ഇലക്ട്രോണിന് വരണമെങ്കിൽ, ലോവറിൽ നിന്ന് ഹയറിലോട്ട് വരണമെങ്കിൽ ഈ ഇലക്ട്രോൺസ് എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഈ 2 പോയിന്റ് ആണ് 5ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഓർബിറ്റിനെയൊക്കെ പറയുന്ന മറ്റൊരു പേരാണ് ഷെൽ എന്നുള്ളത്. കൂടാതെ ഈ എനർജി ലെവലുകളെ 1, 2, 3, 4 എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു പേരിട്ട് വിളിക്കും. ഷെൽ നമ്പർ K, L, M, N. 1 എന്ന് പറഞ്ഞാൽ K, 2, L, 3 M-നെ റെപ്രസെന്റ് ചെയ്യും, 4 N ആണ്. In the studies that followed, orbits were also called shell. എന്താണ് ഓർബിറ്റുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഷെൽ എന്നുള്ളത്. The energy level 1, 2, 3, 4 etc. can be considered as shells, K, L, M, N etc. respectively. 1, 2, 3, 4നെ മറ്റൊരു പേരിട്ട് വിളിച്ചാൽ ഷെൽ, K, L, M, N എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. Some properties of the subatomic particles like electron, proton, neutron are given in table 1.2. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ സബ് അറ്റോമിക് പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറിയിലായിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കണം. ഒന്നാമത് നെയിം ഓഫ് പാർട്ടിക്കിൾ പ്രോട്ടോൺ. പ്രോട്ടോൺ എവിടാ കാണുന്നത്?
പ്രോട്ടോണിന്റെ പൊസിഷൻ ഇൻ ആറ്റം. ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ ഉള്ളത്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. മാസ് 1.0072 U. യു എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്നാണ് യുവിന്റെ അർത്ഥം. നമ്മൾ പ്രായോഗിക ആവശ്യത്തിന് കണക്കൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രോട്ടോണിന്റെ മാസിനെ 1 U എന്നായിരിക്കും എടുക്കുന്നത്. രണ്ടാമത് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിനുള്ളിലെ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. മാസ് 0.000548 യൂണിഫൈഡ് മാസ്. അതിനെ നമ്മൾ പ്രായോഗിക ആവശ്യത്തിന് കണക്ക് ചെയ്യാൻ 0 എന്നെടുക്കും. അടുത്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ന്യൂട്രോൺ. ന്യൂട്രോൺ ഇരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. ഇനി മാസും തന്നിട്ടുണ്ട്. മാസിൻ പ്രാക്ടിക്കൽ യൂസിന് ഉപയോഗിക്കുന്ന 1 U എന്നാണ്. ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഇവയുടെ മാസിന്റെ ഓർഡർ എന്താണ്? ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് ന്യൂട്രോണിനാണ്. അതിനുശേഷം മാസ് വരുന്നത് പ്രോട്ടോണിനാണ്. ഈ 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മാസ് കുറവുള്ളത് ഇലക്ട്രോണിനായിരിക്കും. 14ാമത്തെ പേജിൽ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ദ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 1/1837 പാർട്ട് ഓഫ് ദി മാസ് ഓഫ് എ പ്രോട്ടോൺ. ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 മാത്രമാണ്. യു ആർ നൗ ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് മോഡൽസ് ഓഫ് ദി ആറ്റം. നമ്മൾ ഇതുവരെയും ആറ്റത്തിന്റെ വിവിധ മോഡലുകളെ പറ്റിയാണ് പഠിച്ചത്. ദീസ് മോഡൽസ് ഹാവ് ഹെൽപ്ഡ് ടു സിംപ്ലിഫൈ മെനി കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി. ഈ മോഡൽസ് എല്ലാം തന്നെ കെമിസ്ട്രിയിലെ പല കൺസെപ്റ്റുകളെയും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ലേറ്റർ സയന്റിസ്റ്റ് പ്രപ്പോസ്ഡ് മെനി മോർ ആറ്റം മോഡൽസ്. പിന്നീടും പല സയന്റിസ്റ്റുകളും പല ആറ്റം മോഡലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. വി ക്യാൻ ലേൺ മോർ അബൌട്ട് ദീസ് മോഡൽസ് ഇൻ ഹയർ ക്ലാസ്സസ്. നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദം ആർ റിലേറ്റഡ് ടു ജെ തോംസൺ. ജെ തോംസണുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് പ്രപ്പോസ്ഡ് ദി ഐഡിയ ഓഫ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന ഐഡിയ കൊണ്ടുവന്നത് ജെ തോംസൺ ആണോ? അല്ല, റൂദർഫോർഡ് ആണ് ഓർബിറ്റ് എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ടുവന്നത്. അപ്പം അത് ജെ തോംസണുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കണ്ടക്ട് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എപ്പോഴും വില്യം ക്രോക്സും റൂദർഫോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതുമല്ല. ഡിസ്കവേർഡ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പൊ അതുമല്ല. ഡിസ്കവേർഡ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രപ്പോസ് ദി പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചതും ജെ തോംസൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ വേണ്ടിയാണ്. എന്താണ്? അറ്റോമിക് സ്ട്രക്ചറും അതിന്റെ കോൺട്രിബ്യൂഷൻസും ഒക്കെ നൽകിയ സയന്റിസ്റ്റിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു ഇതുവരെ. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നിങ്ങൾ ഒരു ക്വിസ് പ്രോഗ്രാം ക്ലാസ്സിൽ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്